ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ അറ്റാക്ക് 13 എന്ന ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിലോട്ട് കിടക്കാം. വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു മന്ത്രവാദിന് ഒത്ത കാടിന് നടുവിലിരുന്ന് തേള്, പാമ്പ് തുടങ്ങിയ വിഷജന്തുക്കളെ ഒരു കുടത്തിൽ വെച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക. അവസാനം ആ കുടം പൊട്ടിച്ച് നിനക്ക് മരിച്ചുപോയാളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരണമെന്ന് മന്ത്രവാദിനിയുടെ തൊട്ടു മുൻപിലിരിക്കുന്ന ആളോട് കേൾക്കും. പക്ഷെ അതാരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്താൽ ഒരാഴ്ച മുൻപത്തെ കാര്യങ്ങളെ കാണിക്കുന്നത്. ഒരു സ്കൂളിൽ വോളിബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക. അതിൽ വൈറ്റ് കളർ ടീഷർട്ട് ഇട്ട ടീമിന്റെ ലീഡർ. അവളെ പറ്റി പറയുകയാണെങ്കിൽ അവൾ നല്ല ഒന്നാന്തരം വില്ലത്തിയെന്ന് പറഞ്ഞാൽ പോരാ, രാക്ഷസി. അവൾ ഒപ്പമുള്ള എല്ലാവരും നല്ല പോലെ ടോർച്ചർ ചെയ്യും. ഇപ്പൊ കൂടെ നോക്കിയേ, ഈ കളിയുടെ ചെറിയൊരു ഗ്യാപ്പിൽ ബാത്റൂമിൽ കയറി ഒരു പെണ്ണിന്റെ മുഖത്ത് വെള്ളമടിച്ച് അത് കുടിക്കാൻ പറയും. നിന്റെ അപ്പം വലിയ പണക്കാരനല്ലേ, അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ മേടിച്ചിട്ട് വരാൻ നിന്നെ കൊണ്ട് പറ്റില്ലേ? അയ്യോ പ്ലീസ്, നാളെ എങ്ങനെയാണെങ്കിലും ഞാൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് വരാം, പ്ലീസ് ഇപ്പം എന്നെ വെറുതെ വിട്. ഇതോടെ അവളെ അവിടെ ഇട്ട് ഇവള് പോകും. ഇന്നേരം ഇവരുടെ ടീമിലെ റീന എന്ന പെൺകുട്ടി വന്ന് ബാത്റൂമിൽ കിടക്കുന്ന ഇവളെ, അതായത് ഇവളുടെ പേര് ഹാങ്, അവളെ അവിടെ നിന്ന് കൊണ്ടുപോകും. അടുത്ത ദിവസം കാലത്ത് ഹാങ് നമ്മുടെ രാക്ഷസിയുടെ അടുത്തേക്ക് പേടിച്ച് പതുക്കെ വരിക. അവള് ചുമ്മാ പേപ്പറിൽ കുത്തി വരച്ചുകൊണ്ടിരിക്കുക. എന്താടി, നീ പറഞ്ഞ പൈസ എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ ആള് അവളുടെ കാര്യത്തിൽ തീരുമാനമാക്കാൻ പോകുമ്പോഴാണ് ഇവരുടെ ടീച്ചറും പിന്നെ ഒരു ന്യൂ സ്റ്റുഡൻറ്റും ക്ലാസ്സിലേക്ക് എൻട്രി അടിക്കുന്നത്. ഇവളുടെ പേര് ജിൻ. ടീച്ചറെ എല്ലാവരും മുൻപിലും അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവൾ നമ്മുടെ വില്ലത്തിന്റെ അടുത്ത ബെഞ്ചിലാണ് വന്നിരിക്കുക. ജിൻ അവളെ നോക്കിച്ചിരിക്കും. നമ്മുടെ ആൾക്ക് പക്ഷെ അവളെ മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ലഞ്ച് ടൈമായി. ഹാങ്ങും റീനയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ ഹാങ് നമ്മുടെ ജിന്നിനെ നോക്കി സംസാരിക്കും. അതായത് ഇതിനു മുൻപ് രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവർ 3 പേരും സംസാരിച്ചിരിക്കുമ്പോൾ ഇപ്പൊ അടുത്ത ടേബിളിലിരിക്കുന്ന വില്ലത്തി, അതായത് ആ സൈക്കോ, ഒരു എല്ലിന്റെ കഷ്ണം ഇവരെ ടേബിളിലേക്ക് എറിഞ്ഞ്, ഏയ് എന്താടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്, എന്റെ കാലിൽ ഷൂല് അഴുക്കായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്ക്. ഇത് കേട്ട് പേടിച്ച് ഹാങ് അതൊക്കെ വൃത്തിയാക്കി കൊടുക്കും. ഈ കാഴ്ച ജിന്നെ ആകെ ഷോക്കാക്കി. നെക്സ്റ്റ് ഡേ എല്ലാവരും വോളിബോൾ കോർട്ടിൽ മീറ്റ് ചെയ്യും. അവിടെയും ഈ ഹാങ്ങിനെ സൈക്കോ വെറുതെ വിടില്ല. ബോൾ വെച്ച് പണത്തിന്റെ കാര്യം പറഞ്ഞ് അടിക്കും. 1, 2 അല്ല, ഒരുപാട് പ്രാവശ്യം പന്ത് അവളുടെ തലയിൽ അടിക്കും. ഇത് കണ്ട് ടെൻഷനായി ജിന്നെ നമ്മുടെ സൈക്കോയെ വെല്ലുവിളിക്കും. നീ അത്ര വലിയ ആളാണെങ്കിൽ ഞാനായിട്ട് കളിക്ക്. ഈ കളിക്ക് ഞാനാണ് തോൽക്കണമെങ്കിൽ നിനക്ക് അവൾക്ക് പകരം എന്നെ അടിമയാക്കാം. അതല്ല, ഞാനാണ് വിൻ ചെയ്യുന്നെങ്കിൽ നീ നിന്റെ ഈ കൂതറ സ്വഭാവം മാറ്റണം. അങ്ങനെ ഗെയിം സ്റ്റാർട്ടായി. ആദ്യമൊക്കെ സൈക്കോ നല്ല പോലെ പെർഫോം ചെയ്യും. പിന്നെ ജിന്ന് ജയിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ രണ്ടും കൂടി അടികൂടി. ഇതേ ടൈമിൽ അവിടേക്ക് എത്തിയ കോച്ച് രണ്ടിനെയും പിടിച്ചു മാറ്റും. അന്ന് ഇവർ 4-അംഗ സംഘം ഇരിക്കുമ്പോൾ റീന ജിന്നിന്റെ അടുത്ത് കേൾക്കുന്നുണ്ട്, ജിൻ, നീയും ഹാങ്ങും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണോ പഠിച്ചത്? അപ്പോ നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നോ? ഇന്നലെ ഹാങ് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അതായത് അന്നും നമ്മുടെ സൈക്കോയെ പോലെ ഒരു ടീം ക്യാഷിന് വേണ്ടി ഇവരെ ക്രൂരമായിട്ട് ആക്രമിച്ചിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഹാങ്ങിനെ രക്ഷപ്പെടുത്തിയത് ജിന്ന. ജിന്നിപ്പോൾ ഇവരുടെ അടുത്ത് ഒരു കാര്യം കേൾക്കുന്നുണ്ട്. എന്താ അവളുടെ ക്യാരക്ടർ ഇങ്ങനെ? അവളെന്താ എല്ലാ കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നത്? അവൾ അങ്ങനെയാ, ശരിക്കും ഒരു സൈക്കോയാ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരി നല്ലൊരു വോളിബോൾ പ്ലെയറാ. അതുകൊണ്ട് അവൾ നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു വർഷം മുൻപ് അവൾ പ്രഗ്നന്റ് ആയി. അത് പിന്നെ അബോർഷൻ ചെയ്ത് പിന്നീട് ആ ഒരു വർഷം ഫുള്ള് അവൾ ക്ലാസ്സിൽ വന്നില്ല. അത് കഴിഞ്ഞ് വന്നത് ഒരു 1.5 വരവാ. മുൻപത്തേക്കാളും ഡബിൾ മടങ്ങ് സൈക്കോയായി മാറി. ഇതിൻ്റെ ഇടയ്ക്ക് ജിന്നിന്റെ ഷർട്ടിൽ കറയാകും. അത് ക്ലീൻ ചെയ്യാൻ അവൾ വാഷ് ബേസിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പയ്യനെ കാണും. അവന്റെ പേര് കാൻ. അവന് നമ്മുടെ ജിന്നിനെ കണ്ട മാത്രം ക്രഷ് അടിക്കും. ഇത് കണ്ട റീന, എടി ജിൻ, അവനായിട്ട് അത്ര നല്ല കൂട്ട് വേണ്ട, അവൻ നമ്മുടെ സൈക്കോയുടെ ഗഡിയാ. അവളെങ്ങാനും ഈ വിവരം അറിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അന്ന് അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ സൈക്കോയുടെ ഫ്രണ്ട് വന്ന് ജിന്നിന്റെ അടുത്ത്, അവൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നിന്നോട് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും. ഇവളും അവൾ വിളിച്ച സ്ഥലത്തോട്ട് ചെല്ലും. ജിൻ, ഞാൻ നമുക്ക് 2 പേർക്കും ഇടയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. എൻ്റെ ഭാഗത്തെ തെറ്റ്, ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ജിൻ, എല്ലാം മറന്ന് നമുക്കിനി നല്ല കട്ട ഫ്രണ്ട്സ് ആകാം. ഇത്രയും പറഞ്ഞ് അവൾ ജിന്നിന്റെ മുന്നിലേക്ക് കൈനീട്ടും. ഇന്നേരം നമ്മുടെ ആള് മുൻപത്തെ സ്കൂളിൽ നടന്ന സംഭവം ആലോചിക്കും. അന്ന് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ഒരുത്തിയെ അപ്പോഴത്തെ ദേഷ്യത്തിന് ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്കിട്ടു. ഇനി അങ്ങനെ ഒരു സംഭവം ഈ സ്കൂളിൽ തനിക്ക് സംഭവിക്കണ്ടെന്ന് വിചാരിച്ച് അവൾ കൈ കൊടുക്കും. അന്ന് നൈറ്റ് ഹീറോയിന് മുൻപ് വാഷ്റൂമിൽ കണ്ട പയ്യനില്ലേ, നമ്മുടെ സൈക്കോയുടെ ഗഡി, അവൻ ഇവൾക്ക് മെസ്സേജ് അയക്കും. കൂടാതെ ഇവളോട് ഇവളുടെ ആ പിക്കൈക്ക് ഈ പിക്കൈക്ക് എന്നൊക്കെ പറയും. ഇവളും മുടുക്കിയായിട്ട് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യും. ഇതേ ടൈമിൽ ആ സൈക്കോ ഏതൊരു വയസ്സായ ആളുടെ കൂടെ കാറിൽ പോകൊണ്ട് ഇവളെ ശ്രദ്ധിക്കും.
അടുത്ത ദിവസം ക്ലാസ്സിൽ പോയ സൈക്കോ നമ്മുടെ ജിന്നിന്റെ അടുത്ത് ചെന്ന്, ഇന്ന് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, എൻ്റെ കൂടെ വരോ? എനിക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ ആരില്ല, നിന്നെനിക്ക് നല്ല വിശ്വാസം, എൻ്റെ കൂടെ വരില്ലേ? അവളും ഓക്കെ പറയും. അന്ന് ഈവനിങ് ജിന്നും സൈക്കോയും കൂടെ അവിടേക്ക് പോകും. ആ ബിൽഡിംഗ് കണ്ടപാടെ ജിന്നിനെ നെഗറ്റീവ് അടിക്കും. ഞാനില്ല, നീ പോയിക്കോന്ന് പറയും. എന്തിനാടി പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ, എൻ്റെ കൂടെ ധൈര്യമായിട്ട് വായു. അങ്ങനെ രണ്ടും കൂടി അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇന്നേരം സൈക്കോ ജിന്നിനോട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് തിരിച്ചു നടക്കും. അതായത് അവള് കാശിനു വേണ്ടി മാത്രമല്ല, ഇവളോടുള്ള ദേഷ്യം കൊണ്ട് അവള് ഒരു വേശ്യാലയത്തിൽ വിട്ട് കാശും മേടിച്ച് അവിടെ നിന്ന് മുങ്ങും. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ആള് സേഫ്റ്റിക്ക് കൊണ്ടുവന്ന കത്തി യൂസ് ചെയ്ത് അവിടെ നിൽക്കുന്ന ആൾക്ക് ഒരു കുത്തും കൊടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അടുത്ത നാള് ജിൻ ക്ലാസ്സിൽ വന്ന പാടെ സൈക്കോയ്ക്ക് നേരെ കത്തി കാണിച്ച്, നീ ഇന്നലെ എന്നെ എവിടേക്കടി കൊണ്ടുപോയത്? നീ ചെയ്ത പ്രവൃത്തി അത് ഞാൻ ഒരിക്കലും മറക്കില്ല, നിന്നോട് ഞാൻ ക്ഷമിക്കില്ല, തീർച്ചയായിട്ടും ഇത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. അതിന് നിനക്ക് ഞാൻ അവിടെ കൊണ്ടുപോയെന്നെ വല്ല എവിഡൻസ് ഉണ്ടോ? പക്ഷേ നീ ഇപ്പോൾ എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത്, എന്നെ കൊല്ലാൻ നോക്കുന്നു പറഞ്ഞ് എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം. കാരണം അവൾ കത്തി ചൂണ്ടി നിൽക്കുന്നത് ഇവളുടെ ഫ്രണ്ട്സ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ ജിൻ അവളുടെ അമ്മയെ വിളിച്ച്, ഈ സ്കൂളിൽ നിന്ന് എനിക്ക് മാറണമെന്ന് പറയും. എന്താ മോളിനി ഈ പറയുന്നത്? ഇപ്പോൾ തന്നെയല്ലേ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ക്ലാസ് കഴിയുമ്പോൾ അമ്മ ടീച്ചറെ വിളിച്ച് സംസാരിച്ചുകൊണ്ട്. ഇവളും അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുക. ഇപ്പുറത്തെ സൈക്കോ അവൻ്റെ ബോയ് ഫ്രണ്ട് ക്യാൻ വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കിയിരിക്കുക. ബ്രേക്ക് ടൈമായി സൈക്കോ ക്യാൻ്റെ അടുത്ത് വന്ന്, ഇന്ന് നൈറ്റ് നമുക്ക് ഫിലിമിന് പോകാമെന്ന് പറയും. അയ്യോ ഇല്ല, അമ്മ എനിക്ക് ചെറിയൊരു ജോലി തന്നിട്ടുണ്ട്, അത് ചെയ്യണം. അമ്മയുടെ പേരും പറഞ്ഞ് നീ എന്നെ പറ്റിച്ച് വേറെ വല്ല പെണ്ണുങ്ങളെ കാണാൻ പോകുകയാണോ? ചേച്ചേ, എൻ്റെ മനസ്സ് മുഴുവൻ നീയാന്ന് പറഞ്ഞ് അവളെ കൂളാക്കി പറഞ്ഞയച്ച് അപ്പുറത്ത് പോയി നമ്മുടെ ജിന്നിനെ മെസ്സേജ് അയക്കും. എനിക്ക് നിന്നെ തനിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഇവിടേക്ക് വായെന്നൊക്കെ പറഞ്ഞു. അവളും തൊട്ടടുത്ത് തന്നെയുണ്ട്. ശരി, അവനെ കാണാൻ പോകാമെന്ന് അവൾ വിചാരിക്കും. എന്നാൽ അതിനുള്ളിൽ തന്നെ ഇവൻ്റെ വൃത്തികെട്ട സ്വഭാവം മനസ്സിലാക്കി നമ്മുടെ ആൾ അവിടേക്ക് എത്തി. വന്ന പാടെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി അത് താഴെ ഇട്ട് പൊട്ടിച്ച്, നീ ആർക്കാടാ മെസ്സേജ് അയക്കുന്നത്? എന്നെ പറ്റിക്കാൻ നോക്കുന്നോ എന്ന് കേൾക്കും. ഇപ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. എന്താടി, നീ എന്തു ചെയ്യും? എനിക്ക് നിന്നെ കാശിനു വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. ഇത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് പോകാൻ നിൽക്കുന്ന നേരം ഇപ്പുറത്തെ നമ്മുടെ ഹീറോയിൻ ഇവരുടെ സംസാരം കേട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം കേട്ട് അവളും തിരിച്ചു പോകാൻ നിൽക്കുന്ന നേരം എന്തോ ഒരു സാധനം തട്ടി താഴെ വിടും. അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി അധികം സംസാരിക്കാൻ നിൽക്കാതെ അവൻ അവിടുന്ന് തിരിച്ചു പോകും. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് അവൻ ഫോൺ ആ വഴക്കിൽ അവിടെ ഇട്ട് വന്നിട്ടുണ്ടാകും. അതെടുക്കാൻ ചെല്ലുമ്പോൾ സൈക്കോ കത്തിയെടുത്ത് ചക്കെന്ന് അവൻ്റെ വയറ്റിൽ കുത്തിയിറക്കി. പോയി ചാവടാ, എന്താ നീ എന്നെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? ഇതേ ടൈമിൽ അവിടെ എത്തിയ കോച്ചും ബാക്കി ടീം മെമ്പേഴ്സും അവളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഈ കാഴ്ച ഹീറോയിൻ അവിടെ ഒരു ഭാഗത്ത് നിന്ന് കാണും. അവൾ ഇവളെ നോക്കുന്നത് ഈ സൈക്കോയും കാണും. അവിടെ സീൻ കട്ട് ചെയ്താൽ പ്രശ്നം പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വരെ എത്തി. അവൾ ചെയ്ത പ്രവൃത്തിക്ക് അവളെ സസ്പെൻഡ് ചെയ്യും. കൂടാതെ സ്കോളർഷിപ്പും കട്ടാക്കും. അവൾ കുറേ കെഞ്ചി കേൾക്കും, പക്ഷെ പ്രിൻസിപ്പൾ ഒട്ടും സമ്മതിക്കില്ല. അവസാനം അപമാനം താങ്ങാനാവാതെ അവൾ ഈ വോളിബോൾ ഗ്രൗണ്ടിൽ തൂങ്ങി മരിക്കും. അധികം വൈകാൻ തന്നെ ഈ ന്യൂസ് സ്കൂളിൽ ഫുള്ള് സ്പ്രെഡാകും. ഇപ്പോൾ ഹീറോയിനും ഫ്രണ്ട്സും CCTV ഫൂട്ടേജിൽ അവൾ കയറും കൊണ്ട് സ്റ്റെപ്പ് കയറി പോകുന്നതെല്ലാം നോക്കും. ഇതെല്ലാം കണ്ട് അവർക്ക് ആകെ ഒരു മാതിരിയാകും. അതിനാൽ അവരെല്ലാവരും റൂമിലേക്ക് പോയി. പക്ഷെ നമ്മുടെ ഹീറോയിൻ അവൾ പോകില്ല. അവൾ സ്കൂളിൽ സൈക്കോയ്ക്ക് അവസാനമായിട്ട് ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ചെല്ലും. ഇതൊരു സൈഡിൽ അവിടെ നടക്കുമ്പോൾ ഇപ്പുറത്തെ വോളിബോൾ ഗ്രൗണ്ടിൽ അതിൻ്റെ ഒത്ത നടുക്കിലായിട്ട് ഒരു ദുർമന്ത്രവാദിനെ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട പോലെ ഭയങ്കരമായിട്ട് മന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിക്കും. ആ ദുർമന്ത്രവാദത്തിൻ്റെ പരിണത ഫലമായിട്ട് സ്കൂളിൽ സൈക്കോയ്ക്ക് വേണ്ടി ആചാരങ്ങൾ ചെയ്യുമ്പോൾ അവൾ അട്ടഹാസിക്കുന്ന ശബ്ദം കേൾക്കും. ശക്തിയായിട്ട് കാട്ടി വീശുന്ന അവൾ കിടന്നിരുന്ന ശവപ്പെട്ടി താഴെ വീണു. ടക്കുന്ന അവൾ ഹീറോയിൻ നോക്കും. ആ സംഭവത്തിന് ശേഷം മുറിയിലെത്തിയ ഹീറോയിൻ അവിടെ നടന്ന കാര്യങ്ങൾ പറയും. പക്ഷേ അവരാരും അത് അത്ര കാര്യമാക്കില്ല. ഒരു പക്ഷേ ശരിക്കും ശവപ്പെട്ടി വെച്ചിട്ടുണ്ടായിരിക്കില്ല, അതായിരിക്കും അത് താഴെ വീണത്. അങ്ങനെ അവളെ കൂളാക്കി എല്ലാവരും കിടക്കും. നമ്മുടെ ജിന്നിൻ്റെ കൂടെ ഹാങ് ആണ് കിടക്കുന്നത്. നമ്മുടെ ജിൻ മാത്രം ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഗിർന്ന് കസര നിരക്കുന്ന ശബ്ദം കേൾക്കും. ഇത് കേട്ട് വേഗം അവൾ കണ്ണടയ്ക്കും. എന്നാൽ വീണ്ടും പതിയെ കണ്ണു തുറന്ന് അവളുടെ കൺമുൻപിൽ സൈക്കോ കഴുത്തിൽ കയറിട്ട് തൂങ്ങി പെടയുന്നത് കാണുന്നത്. കൂടാതെ വായിൽ നിന്ന് പച്ച കളറിൽ വെള്ളം ഛർദ്ദിക്കും. ഇതെല്ലാം കണ്ട് പേടിച്ച് അവൾ കരഞ്ഞ് ബഹളം വയ്ക്കും. ഇവളുടെ കരച്ചിലെ കേട്ട് ബാക്കി എല്ലാവരും എഴുന്നേൽക്കും. അവർ അവളെ സമാധാനപ്പെടുത്തി വീണ്ടും എല്ലാവരും ഉറങ്ങാൻ കിടക്കും. ഈ സമയം ജിന്ന് ഉറങ്ങുന്നത് ബെഡില്ല, പകരം ചുമരില്ല. അതും പോരാതെ കഴുത്തിൽ കയറ് കുടങ്ങി അവൾ പിടയാൻ ആരംഭിക്കും. അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കില്ല. ഇപ്പോൾ ടക്കെന്ന് അവളുടെ തല സീലിംഗിലിടിച്ച് രക്തം ചീറ്റയടിക്കും. പക്ഷെ ഇതെല്ലാം തന്നെ അവൾ കണ്ട സ്വപ്ന. അടുത്ത ദിവസം കാലത്ത് ഇവരുടെ വോളിബോൾ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ കോച്ച് ക്ലീനിങ് സ്റ്റാഫിനെ നല്ല പോലെ ചീത്ത വിളിക്കുന്നുണ്ട്.
ഇന്നലെ മന്ത്രവാദന ആചാരങ്ങളും ചടങ്ങുകളൊക്കെ അവിടെ ഇരുന്നല്ലേ ചെയ്തത്. ഇതൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നേ? നിങ്ങളുടെ പണിയാണോ? ആരിത് ചെയ്തത് എന്നൊക്കെ കേൾക്കും. അയ്യോ സാർ, ഞാനല്ല ഇത് ചെയ്തത്, നിങ്ങളുടെ ജോലിയല്ലേ ഇവിടെ വൃത്തിയാക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത വിളിക്കും. ഞാനിത് പറയേണ്ടവരുടെ അടുത്ത് പോയി പറഞ്ഞോണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. ഇപ്പം നമ്മുടെ പിള്ളേർ ഇതേപ്പറ്റി സ്റ്റാഫിനോട് കേൾക്കും. ഇത് പ്രേതത്തെ വിളിച്ചു വരുത്തുന്ന ഒരു ചടങ്ങാ മക്കളെ. ആരെയോ കൊല്ലാൻ വേണ്ടി ആരോ ചെയ്തു വെച്ചിരിക്കുന്ന ചടങ്ങാ. ഈ ചടങ്ങ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ആരെ കൊല്ലാനാ മന്ത്രവാദിനി ഇത് ചെയ്തത്, അവർ വളരെ ക്രൂരമായ രീതിയിൽ മരിക്കും. ആദ്യത്തെ 2 ദിവസം ആ പ്രേതം അവരുടെ സ്വപ്നത്തിൽ മറ്റും വന്ന് പേടിപ്പിക്കും. 3-ാം നാൾ വളരെ കൊടൂരമായ രീതിയിൽ അവരെ കൊല്ലും. ഈ മന്ത്രവാദിനി ഇപ്പൊ അടുത്ത് മരിച്ച വല്ല വ്യക്തികളെ വിളിച്ചേക്കണമെങ്കിൽ ആ പ്രേതത്തിന്റെ കോപവും ശക്തിയും വാശിയും വളരെ കൂടുതലായിരിക്കും. ഇതെല്ലാം പറഞ്ഞ് സ്റ്റാഫ് അവിടെ മുഴുവൻ ക്ലീൻ ചെയ്തു പോകും. ഇവളാണ് നമ്മുടെ സൈക്കോയ്ക്ക് ശേഷമുള്ള പുതിയ ക്യാപ്റ്റൻ. ഇപ്പൊ കോച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക. അതിലൊരു പെണ്ണ് ബോൾ അടിക്കുമ്പോൾ ആ ബോൾ പിടിക്കാൻ ഇവള് ശ്രമിക്കും. ഇതേ ടൈമിൽ മുകളിൽ സൈക്കോ പിടഞ്ഞു തൂങ്ങി ആടുന്നത് അവൾ കാണും. അധികം വൈകാതെ തല വേറെ ഉടല് വേറെ ഇവളുടെ അടുത്തേക്ക് അവൾ നടന്നു നീങ്ങി. ഇത് കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ മുകളിലുള്ള തല ടക്കെന്ന് ഇവളുടെ അടുത്തേക്ക് പാഞ്ഞു വരും. അതേ ടൈം ഓപ്പോസിറ്റിലുള്ളവർ ബോൾ അടിക്കുമ്പോൾ അത് അവളുടെ തലയിൽ വന്നടിച്ച് അവൾ താഴെ വീഴും. എല്ലാവരും ഓടി വരും. ഇപ്പൊ ഇവളുടെ തൊട്ട് മുൻപിലിരിക്കുന്ന ഹീറോയിന്റെ കഴുത്തിൽ കയറ് കുരുങ്ങുന്നത് ഇവൾ കാണും. അതെടുക്കുന്ന പേരിൽ ഇവൾ അവളുടെ കഴുത്തിൽ പിടിച്ചു ഞെരുക്കും. ആ സംഭവത്തിന് ശേഷം എല്ലാവരും ബാത്റൂമിൽ വന്ന് ഇതേപ്പറ്റി സംസാരിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? സത്യമായിട്ട് ഞാൻ അവളെ കണ്ടു. ഇന്നലെ റീന പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ചേച്ചി പറഞ്ഞത് ശരിയായിരിക്കും. അവൾക്ക് നമ്മളുടെ മേലായിരിക്കും ദേഷ്യം. ആദ്യ 2 ദിവസം അവൾ നമ്മളെ പേടിപ്പിക്കും. 3-ാമത്തെ നാൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്കാകെ പേടിയാവുന്നു. ഈ ചർച്ച ഇവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ആ ക്ലീനിങ് സ്റ്റാഫ്, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കും. അയ്യോ ചേച്ചി, മണ്ടത്തരൊന്നും പറയാതെ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം വെറും കെട്ടുകഥയാ. ഓ അങ്ങനെയാണോ? ഞാൻ പറഞ്ഞതെല്ലാം നുണയാണോ? ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവിടെയുള്ള മിററിൽ തല ഡമ്മ നടിക്കും. രക്തം ഒലിച്ചിറങ്ങി ആ രക്തം ഉപയോഗിച്ച് കണ്ണാടിയിൽ നിങ്ങൾ എല്ലാവരും ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടും എന്നെഴുതി. ഇതേ ടൈം സൈക്കോയുടെ ബോയ് ഫ്രണ്ട് നമ്മുടെ ജിന്നിനെ കോൾ ചെയ്യും. അതേസമയം അവിടെ കറണ്ട് പോയി. മൊത്തം ഇരുട്ട. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം. ആരും പേടിക്കേണ്ട, എൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്. അതടിച്ച് അവിടെ മുഴുവൻ സ്റ്റാഫിനെ നോക്കും. പക്ഷെ കാണുവാനില്ല. ഇപ്പോൾ പെട്ടെന്ന് ആ സ്റ്റാഫ് ജിന്നിന്റെ മുൻപിൽ വന്ന് അവളുടെ കഴുത്തിന് പിടിച്ച് ഞെരുക്കാൻ ആരംഭിക്കും. എന്നാൽ ടക്കെന്ന് അവളുടെ ശരീരത്തിൽ നിന്ന് പ്രേതം പുറത്തു പോകും. ഇതോടെ എല്ലാവരും ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അതേസമയം ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കി എത്തിയ കാനിനോട് നീ എന്തിനാ കോൾ ചെയ്തെന്ന് അവൾ കേൾക്കും. ഇടി, നിങ്ങൾ അനുഭവിക്കുന്ന അതേ കഷ്ടം ഇപ്പം ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മന്ത്രവാദിനെ കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തണം. മന്ത്രവാദിന്റെ അടുത്ത് ചെന്നപാടെ ഇവർക്കുണ്ടായ അനുഭവങ്ങൾ ഇവർ പറയും. ഇപ്പോൾ മന്ത്രവാദിനി മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച് ആരോ നിങ്ങളുടെ മേലേക്ക് അവളുടെ, അതായത് സൈക്കോയുടെ പ്രേതത്തെ ഉണർത്തി തിരിച്ചു വിട്ടിട്ടുണ്ട്. അവൾ നിങ്ങളുടെ മേൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അവളുടെ ആ കോപം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും. അവൾക്ക് നിങ്ങളോട് ഇത്ര ദേഷ്യം തോന്നാൻ മാത്രം എന്താ നിങ്ങൾ അവളോട് ചെയ്തത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവളെ ഞങ്ങളെ ടോർച്ചർ ചെയ്ത്. ഞങ്ങൾക്ക് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉടനടി മന്ത്രവാദിനി ശിഷ്യന്റെ അടുത്ത് മന്ത്രക്കത്തി എടുത്തിട്ട് വരാൻ പറയും. മന്ത്രക്കത്തി ഉപയോഗിച്ച് അവൾ ഒതുക്കാൻ നോക്കും. പക്ഷേ മന്ത്രക്കത്തി പുറത്തേക്ക് എടുത്തതും പ്രേതം മന്ത്രവാദിനെ കൺട്രോൾ ചെയ്ത് അയാൾ തന്നെ കുത്തി പരിക്കേൽപ്പിക്കും. നോക്ക്, അവൾക്ക് നിങ്ങളുടെ മേൽ അത്രമാത്രം ദേഷ്യമുണ്ട്. അവൾ പക വീട്ടാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനൊരു പ്രതിവിധിയുള്ളൂ. ഈ പ്രേതത്തെ ഉണർത്തി നിങ്ങൾക്ക് നേരെ തിരിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ച് കൊല്ലണം. ഇല്ലെങ്കിൽ ഈ മന്ത്രവാദം ചെയ്ത ആളെയും അതിനായിട്ട് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അഴുക്കുവെള്ളത്തിൽ മുക്കിയെടുക്കണം. ഇതെല്ലാം 3 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ മന്ത്രവാദിനിയെ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ക്യാൻ്റെ വീട്ടിലാണ് തങ്ങിയിരിക്കുന്നത്. അവിടെ തകൃതിയായിട്ട് ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ആരായിരിക്കും അവളെ നമുക്കെതിരെ തിരിച്ചിട്ടുണ്ടായിരിക്കുക? നമ്മുടെ കോച്ചിനും സൈക്കോയ്ക്കിടയിൽ ഒരു ബാഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അയാളായിരിക്കോ? ആകാം, ആകാതിരിക്കാം. എടേ, നമ്മുടെ സൈക്കോയ്ക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അയാളൊരു മന്ത്രവാദിനിയാ. ഒരു പക്ഷേ അയാളായിരിക്കോ? ഫസ്റ്റ് നമുക്ക് സൈക്കോയുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛനാണോ ഇത് ചെയ്തിരിക്കുന്നത് നോക്കണം. അയാളല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കോച്ചിലേക്ക് നീങ്ങാം. എല്ലാവരും നാളെ എക്സാം കഴിഞ്ഞ് തിരിച്ച് ഇവിടേക്ക് തന്നെ വരണം. അടുത്ത ദിവസം എക്സാമിന് പോകാൻ ധൃതിപ്പെട്ട് മുറി വെട്ടിറങ്ങിയ ഹീറോയിൻ നമ്മൾ സൈക്കോയുടെ മുറിയുടെ മുൻപിൽ ക്ലീനിങ് സ്റ്റാഫ് നിൽക്കുന്നത് കാണും. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അയ്യോ മോളെ, അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് വന്നാ. സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യും കാലം വരച്ചിട്ട് പോയാ. ശരി, ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ അകത്ത് കയറി. സത്യത്തിൽ ഇവളകത്ത് കയറിയത് ആ ദുർമന്ത്രവാദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാനായിട്ടാ. അന്നേരം അവൾക്ക് സൈക്കോയുടെ ഐപാഡ് കിട്ടി. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഇവൾക്ക് നിറയെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
നടക്കുന്ന എല്ലാ ഗെയിമിലും നീ ജയിക്കണമെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് നിന്റെ കയ്യിൽ വെക്കണമെന്നൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവള് തിരിച്ച് അയാൾക്ക് നമ്മുടെ സൈക്കോ മരിച്ച വിഷയം അറിയുമോ എന്ന് ചോദിച്ച് അയക്കും. ഇത് കണ്ട അയാൾ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ഫ്രണ്ട്സ് എല്ലാവരും ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതേ ടൈമിൽ അവിടേക്ക് എത്തിയ മാഡം എക്സാമിനുള്ള ടൈമായി, എല്ലാവരും അവരവരുടെ ക്ലാസ്സിൽ പോയിരിക്കെ. ഇപ്പോഴത്തെ സ്ക്രീനിൽ നിന്ന് സൈക്കോ ഇവളെ കൊല്ലാൻ വന്നുകൊണ്ടിരിക്കുക. അവളുടെ രൂപം കാണാൻ പറ്റില്ല, പകരം അവളുടെ കാല് ബെഡിൽ പതിഞ്ഞ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ കിടന്നിരുന്ന ചെയർ വെച്ച് ഹീറോയിൻ അവൾ വീഴ്ത്തിയിടും. ഉടനെ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അതേസമയം ആ അജ്ഞാതന്റെ മെസ്സേജ് വരും, നിങ്ങൾ എല്ലാവരും വളരെ ക്രൂരമായ രീതിയിൽ മരിക്കും. ആ മുറി മുഴുവൻ നടുങ്ങും, അവിടെയുള്ള എല്ലാ സാധനങ്ങളും താഴെ വീഴും. ഇപ്പോൾ ഇവളുടെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കയ്യിലുള്ള കത്തി വെച്ച് ചക്കുന്ന ഒറ്റക്കുത്ത്. അത് മറ്റാരല്ല, നമ്മുടെ ക്ലീനിങ് സ്റ്റാഫായിരുന്നു. ഭാഗ്യത്തിന് അവൾ കയ്യിൽ ഒരു ബോക്സ് പിടിച്ചിരുന്നാലേ അതിലായിരിക്കും ഇവൾ കുത്തിയിട്ടുണ്ടാകുക. ഉടനെ ഇവൾ ആ ചേച്ചിയോട് സോറി പറഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് വിടും. ഇവിടെ എല്ലാവരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അതേസമയം സൈക്കോയുടെ പ്രേതം ടീച്ചറുടെ അടുത്ത് വന്ന്, ടീച്ചർ നിങ്ങൾ എനിക്ക് പേപ്പർ തന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഈന്ന് ചിരിക്കും. അയ്യോ പ്രേതം എന്നും പറഞ്ഞ് ടീച്ചറടക്കം എല്ലാവരും ഓടും. എല്ലാവരും ഓടി വോളിബോൾ ഗ്രൗണ്ടിൽ വന്നിരിക്കും. ഇന്നേരം അവിടേക്ക് പ്രിൻസിപ്പാളും കോച്ചും എത്തും. എന്തു പറ്റി നിങ്ങൾക്ക്? സാർ, ഞങ്ങൾ അവിടെ പ്രേതത്തെ കണ്ടു. ചേച്ചേ, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന. അതേസമയം ഹീറോയിൻ കോച്ചിൻ്റെ അടുത്ത് സൈക്കോയും കോച്ചും തമ്മിലുള്ള ബാഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കും. ഇന്നേരം അയാളുടെ കണ്ണെല്ലാം ഒരു മാതിരി ഇരിക്കും. അതായത് അയാളുടെ ദേഹത്ത് അവളുടെ ആത്മാവ് പ്രവേശിക്കും. അതോടെ എല്ലാ സത്യം അയാളെ കൊണ്ട് അവൾ പറയിപ്പിക്കും. അതെ, ഞാൻ അവളായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടു നടന്നിരുന്നു. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? അവളെ മാത്രമല്ല, ഈ സ്കൂളിൽ ഏതൊക്കെ പെൺകുട്ടികൾ സ്പോർട്സിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ വെച്ചാൽ പറയണമെന്ന് ഓർക്കണം. ഇതും പോരാതെ പാൻറ് ഊരി നോക്ക് എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ നിന്ന് ആ സീൻ അങ്ങ് കാണിക്കും. അത് കാണിച്ച അതേ സമയം അയാളുടെ ശരീരം വിട്ട് അവളുടെ ആത്മാവ് പോകും. അയാളുടെ മാനം തന്നെ പോയി. ഇതോടെ അയാളുടെ കാര്യത്തിനൊരു തീരുമാനമാകും. ഇപ്പോൾ അവിടെ ഒരു കമ്പിൽ സൈക്കോ തൂങ്ങിപ്പെടേണ്ടത് കാണാം. ഈ കാഴ്ച കണ്ട് എല്ലാവരും അവിടുന്ന് പേടിച്ചോടും. ഇനി ഒരു തെരി സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് സൈക്കോന്റെ വീട്ടിലേക്ക് പോകണം എന്ന തീരുമാനമെടുക്കും. പക്ഷേ വീട് ലോക്ക് ചെയ്തിരിക്കുക. ഉടനെ അവൻ ജനൽ വഴി അകത്തേക്ക് കടക്കും. അവിടെ ആകെ മൊത്തം മാന്ത്രിക വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. ശരിക്കും അവളുടെ അച്ഛൻ അവളുടെ ഫോട്ടോ വെച്ച് എന്തോ ഒരു മന്ത്രം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഇവരെത്രയും പെട്ടെന്ന് ഇതെല്ലാം അഴിച്ചെടുത്ത് പെറുക്കിക്കൂട്ടി നശിപ്പിക്കണമെന്ന് പറയും. കറക്റ്റ് ടൈമിന് അവളുടെ അപ്പൻ അവിടേക്ക് കയറി വരും. നീയൊക്കെ ആരടാ, എന്തിനാ എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്ന്? നിന്നെയൊന്നും കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് വീശും. ഈ ടൈമിൽ നമ്മുടെ ഹീറോ അയാളെ പിടിച്ചു വെക്കാൻ നോക്കുമ്പോഴേക്കും അയാൾ ജനൽ വഴി എല്ലാവരും വരട്ടി പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ട്സും ദുർമന്ത്രവാദത്തിന് ഉപയോഗിച്ച വസ്തുക്കളെല്ലാം അശുദ്ധി വരുത്തണമെന്ന് ഇവരുടെ മറ്റേ മന്ത്രവാദനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപ്രകാരം ആ വസ്തുക്കളിൽ അവർ മുള്ളി അശുദ്ധി വരുത്തി. ശേഷം പുറത്തിറങ്ങി നോക്കിയാൽ നേരത്തെ ഇവരെ വരട്ടി പുറത്തിറങ്ങിയ അച്ഛൻ കമ്പി കുത്തി കയറി മരിച്ചിട്ടുണ്ടായിരിക്കും. ഉടനെ ഹീറോയിനും ഫ്രണ്ട്സും പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന എല്ലാ സംഭവവും പറയും. ഇപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രശ്നം ഇതോടെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദുർമന്ത്രവാദത്തിന് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും നമ്മൾ നശിപ്പിച്ചു. കൂടാതെ ദുർമന്ത്രവാദം ചെയ്ത ആളും മരിച്ചു. ഇത്രയും പറഞ്ഞ് ജിൻ അവളുടെ ഫ്രണ്ടിനെ കാറിൽ കയറ്റി വിട്ടു. ഹീറോയിനും നേരെ നശിപ്പിച്ച സാധനവും കൊണ്ട് ഇവരുടെ മന്ത്രവാദിനെ കാണാൻ പോകും. അവിടെ ചെന്ന് ഇത് തന്നെയാണോ ഞങ്ങൾ നശിപ്പിക്കേണ്ട വസ്തു? ഞങ്ങളുടെ മേലുണ്ടായിരുന്ന ശാപം ഇതോടെ തീരുമോ എന്നൊക്കെ കേൾക്കും. മന്ത്രവാദിനി അയാളുടെ ശിഷ്യൻ്റെ അടുത്ത് എന്തോ പറയും. അയാളും ഗുരു പറയുന്നത് നിങ്ങളുടെ മേലുള്ള എല്ലാ ശാപവും ഇല്ലാതായെന്നാ. ഇത് കേട്ട് മനസമാധാനത്തോടെ രണ്ടാളും അമ്പലത്തിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഹീറോ ടൈം നോക്കുമ്പോൾ 12 മണി, അതായത് 3ാമത്തെ ദിവസവും കഴിഞ്ഞു. നമ്മുടെ മേലുള്ള എല്ലാ ശാപവും ഇല്ലാതായി. വളരെ സന്തോഷത്തോടെ രണ്ടുപേരും കാറിൽ കയറാൻ വരുമ്പോഴാണ് ഹീറോയിൻ അവളുടെ ഫോൺ അമ്പലത്തിൽ വെച്ച് മറന്നു വെച്ചിട്ടുണ്ടായിരിക്കുന്നത് ഓർക്കുക. ഉടനെ അതെടുക്കാൻ അവൾ തനിയെ വരും. ശേഷം ഫോൺ എടുത്ത് കാറിൻ്റെ അവിടേക്ക് നടന്നു വരുമ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് ഒരാൾ നിറയെ സാധനങ്ങൾ വിൽക്കുന്നത് കാണും. അവൾ അതെന്തിനാ ഇത്ര അതിശയത്തോടെ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ സൈക്കോന്റെ വീട്ടിൽ അവൾ കണ്ടതാ. ഇവരെല്ലാവരും താഴെയിട്ട് മൂത്രമൊഴിച്ച് അശുദ്ധമാക്കിയ വസ്തുവും അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം എന്താണ് ചേട്ടാ? ഇതെല്ലാം പ്രേതത്തിനെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള വസ്തുക്കളാണ്. അതിൽ തന്നെ ഏറ്റവും പവർഫുള്ളും ശുദ്ധിയോടെ നോക്കേണ്ട ഒന്നാ ഇത്. സത്യം പറഞ്ഞാൽ പ്രേതങ്ങളിൽ നിന്നും പൊട്ട ശക്തികളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. ഇതെല്ലാം കേട്ട് നമ്മുടെ ആൾ ആകെ ഷോക്കാകും. ഇപ്പം സമയം നോക്കിയാൽ 12 ആയിട്ടില്ല, 11:58. അതായത് ശാപം നീങ്ങിയിട്ടില്ല എന്നർത്ഥം. ഇനിയാണ് കഥ ശരിക്കും പവർഫുള്ളാകാൻ പോകുന്നത്. ഇനി എല്ലാവരുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ഫസ്റ്റ് മന്ത്രവാദിനിയുടെ ഓഴ.
അയാൾ എന്ത് കണ്ടിട്ട് ഇവരുടെ ശാപം തീർന്നതെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സൈക്കോയുടെ ദുരാത്മാവ് മന്ത്രവാദിയുടെ നെഞ്ചിൽ കയറി നിന്ന് താണ്ടവാടും. അവളുടെ ഓരോ ചവിട്ടിലും അയാളുടെ വായിൽ നിന്ന് കൂട്ടാന്ന് രക്തം വരും. ഇതോടെ അയാളുടെ കഥ തീരും. അടുത്തത് ഹീറോയാണ്. അവൻ കാറിൽ തനിയെ ഇരിക്കുമ്പോൾ ഇവന്റെ തൊട്ട് പുറകിലായിട്ട് സൈക്കോ ഇരിക്കുന്നുണ്ട്. അവള് അവന്റെ കണ്ണ് ചുവന്നെടുത്ത് കാറിനെ കൺട്രോൾ ചെയ്ത് ഭയങ്കര സ്പീഡിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി. ഇപ്പോൾ ഈ സീൻ നമ്മുടെ ഹീറോയിൻ കാണും. അവൾ അവനെ രക്ഷിക്കാൻ വരുമ്പോഴേക്കും അതേ സ്പീഡിന് വണ്ടി ബാക്കിലേക്ക് എടുക്കും. ആ പോയ സ്പീഡിന് നമ്മുടെ ഹീറോയുടെ തല എങ്ങനെയോ അവിടെ കമ്പിയിൽ തട്ടി തല വേറെ ഉടല് വേറെ മാറും. ഇതോടെ അവൻ്റെ കഥയും തീരും. അവൾ കാറിന്റെ മുകളിൽ കയറി നിന്ന് നമ്മുടെ ഹീറോയിനെ നോക്കി ഒരു ചിരി ചിരിച്ച് അവൾ അവിടെ നിന്ന് മറഞ്ഞു പോകും. എത്രയും പെട്ടെന്ന് മന്ത്രവാദിനെ കണ്ട് ഇതെല്ലാം പറയണമെന്ന് വിചാരിച്ച് ഇവൾ ചെല്ലുമ്പോൾ ഓൾറെഡി അയാളുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അയാൾ മരിച്ചാലും അയാളുടെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക കത്തി അത് അവളെടുക്കും. കൂടാതെ എല്ലാവർക്കും ശാപം തീർന്നിട്ടില്ല, എല്ലാവരും കരുതിയിരിക്കണമെന്നും പറഞ്ഞ് മെസ്സേജ് ഫ്രണ്ട്സിന് അയക്കും. അതിലെ ഹാങ് ഇവൾ അയച്ച മെസ്സേജ് കാണും. പക്ഷെ പാവം ആ കണ്ണട വെച്ച പെൺകുട്ടി അവൾ അത് നോക്കുന്നതിന് മുൻപ് പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ട് ജനൽ വഴി നോക്കും. ഇപ്പോൾ ഒരു കാർ ക്രോസ് ചെയ്തു പോയി. അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സൈക്കോ അവിടെ ഒരു ഓരത്ത് നിൽക്കുന്നതായിട്ട് കാണും. ഇത് അവൾ തന്നെയാണോ എന്ന ഡൗട്ടിൽ അവൾ ഐപാഡ് വെച്ച് സൂം ചെയ്ത് നോക്കി. പക്ഷെ ആരെയും കാണുവാനില്ല. ശരി, ഇത് തോന്നിയതായിരിക്കും വിചാരിച്ച് ഐപാഡ് എടുത്ത് മാറ്റിയാൽ ജനലിൻ്റെ അവിടെ അള്ളി പിടിച്ചിരിക്കവള്. ഇത് കണ്ട് പേടിച്ചവള് അകത്തേക്ക് വിടും. അതേസമയം എക്സ്റ്റൻഷൻ ബോർഡിൽ നമ്മളെപ്പോലെ തന്നെ ലൂസ് കണക്ഷന് പെൻ കുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എക്സ്റ്റൻഷൻ ബോർഡ് പൊട്ടിത്തെറിച്ചതും അതിൽ പെൻ തെറിച്ച് ഇവളുടെ കണ്ണിൽ വന്ന് കുത്തും. ഇപ്പോൾ ഇവിടുത്തെ ഒച്ചയും ബഹളം കേട്ട് അവളുടെ അമ്മ എന്തു പറ്റിയിടാ, എന്താ വാതിൽ തുറക്കും മോളെ എന്ന് കേൾക്കും. ഇന്നേരം പാവം അവള് വേദന സഹിച്ച് നിറങ്ങി നീങ്ങിക്കൊണ്ടിരിക്കാം. അതേസമയം അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട പ്രേതം ഇവളുടെ തല നേരെ വാതിലിന്റെ മുൻപിൽ പിടിച്ചു വെച്ച് അമ്മ എന്നെ രക്ഷിക്കുക അമ്മ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കും. ആ ടൈമിൽ അവളുടെ അമ്മ ഓൾറെഡി ഡോറിൽ പിടിച്ചല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ ഫാസ്റ്റായിട്ട് വാതിൽ തുറന്നതും ആ പെൻ ഇനിയും ആഴത്തിൽ അവളുടെ കണ്ണിലേക്ക് തറച്ചു കയറി അവളും ഫിനിഷ്. ഇപ്പുറത്ത് റീനയും ഹാങ്ങും സൈക്കോ മരിച്ച ആ വോളിബോൾ ഗ്രൗണ്ടിൽ പോയിരുന്ന് ഒരു ചടങ്ങ് ചെയ്യാൻ ആരംഭിക്കും. ഇതെന്തിനാ നമ്മൾ ചെയ്യുന്നതെന്ന് റീന കേൾക്കുമ്പോൾ അത് എനിക്ക് എങ്ങനെ പ്രേതത്തെ അടക്കി വെക്കണം എന്നറിയാം, എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്ന കാര്യമൊക്കെ എനിക്കറിയാം. അതിന് ആദ്യം മരിച്ചുപോയ സൈക്കോയുടെ ആത്മാവിനെ ഇവിടെ എത്തിക്കണം. അപ്പുറത്തെ ഹീറോയിൻ സൈക്കോയുടെ വീട്ടിലേക്ക് പോകും. അവളുടെ അച്ഛൻ സത്യത്തിൽ ഇവർക്ക് ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് ഇവൾക്ക് മനസ്സിലായല്ലോ. അയാൾ ദുരാത്മാവിനെ നശിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചത്. അവിടെ തീർച്ചയായും ഇവരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടി അവിടെ മൊത്തം അരിച്ചു പെറുക്കി. ആ സമയം സൈക്കോയുടെ അച്ഛൻ എഴുതിയ ലെറ്റർ കിട്ടും. ഇപ്പോഴാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. സത്യത്തിൽ സൈക്കോന്റെ ആത്മാവിനെ ഇവർക്ക് നേരെ തിരിച്ചത് മറ്റാരുമല്ല, പാവം പോലെ നടന്ന സൈക്കോന്റെ കയ്യിൽ നിന്ന് അടിയും അവളുടെ ഷൂ തുടച്ചും കൊടുത്തിരുന്ന ഹാങ്ങ. അവളാണ് അന്ന് സൈക്കോന്റെ വീട്ടിൽ പോയപ്പോൾ ഇത് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന സാധനമാണെന്നും പറഞ്ഞ് ഏറ്റവും പവിത്രമായിട്ടുള്ള ആ സാധനങ്ങളെ അശുദ്ധമാക്കാൻ മുൻപിട്ട് നിന്നത്. അവൾ എന്തിനാ ഇത് ചെയ്തെന്ന് അറിയില്ല. അതും അധികം വൈകാതെ മനസ്സിലാക്കും. വെയിറ്റ്, ഇപ്പുറത്തെ ഹാങ് റീനയോട് നിന്റെ കൈ മുറിച്ച് രക്തം ദാനം കൊടുത്ത് ദുരാത്മാവിനെ വിളിക്കുമെന്ന് പറയും. ഇവളുടെ മീതെ ലൈറ്റായിട്ട് ഡൗട്ട് അടിച്ച റീന ഇല്ല നമ്മുടെ മറ്റു ഫ്രണ്ട്സൊക്കെ വരട്ടെ അവരെയും വിളിക്കുമെന്ന് പറയും. അവരെല്ലാം ഇപ്പോൾ ജീവനോടുണ്ടോയെന്ന് കൂടി അറിയില്ല, നീ സമയം കളയാതെ. എന്നിരുന്നാലും അവൾ ജിന്നിനെ മെസ്സേജ് അയക്കും, ഹാങ്ങിന്റെ കൂടെ ഈ ഗ്രൗണ്ടിലുണ്ടെന്നും പറഞ്ഞ്. ഇത് കണ്ട റീന അപകടത്തിലാണ് മനസ്സിലാക്കിയ ജിൻ ഹാങ് ആണ് ഇതിനെല്ലാത്തിനും കാരണം പറഞ്ഞ് മെസ്സേജ് അയക്കും. പക്ഷെ അത് ഇവള് കാണില്ല. അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആകും. അങ്ങനെ ഫസ്റ്റ് ഹാങ് കൈമുറിച്ച് രക്തം അവിടെ വച്ചിരിക്കുന്ന ഉപ്പിലൊറ്റിക്കും. പിന്നാലെ റീനയും രക്തം ഉപ്പിലൊറ്റിക്കും. എന്നിട്ട് ആത്മാവെ വാ വാ എന്ന് പറഞ്ഞ് അതിനോട് ക്ഷമ ചോദിക്കും. ഇതുവരെ നടന്നു പോയ എല്ലാത്തിനും ഞങ്ങളാണ് കാരണം, ഞങ്ങളോട് ക്ഷമിക്കേ, ഞങ്ങൾ തന്നെ നിന്നെ കൊന്ത്, ഞങ്ങളോട് ക്ഷമിക്കേ, ഞങ്ങൾ അറിയാതെ ചെയ്തതാ. ഇപ്പം ഇവിടെ മറ്റൊരു ടെസ്റ്റ് ഉണ്ട്, അതിന് നമുക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം. നമ്മുടെ ഹീറോയിൻ ക്യാന് അവളുടെ കുറച്ച് സീക്രട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ലേ, അത് ഈ സൈക്കോ കാണും. പിന്നെ ഇവർ രണ്ടാളുടെ ഇടയിൽ ഒരു ഫൈറ്റ് നടക്കും. നീ കാരണം എൻ്റെ സ്കോളർഷിപ്പ് ഇല്ലാത്തത്, നീ കാരണം എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടിട്ട് പോയത്, എല്ലാത്തിനും നീയാ കാരണം. മര്യാദയ്ക്ക് പോയിട്ട് എൻ്റെ സ്കോളർഷിപ്പൊക്കെ റെഡിയാക്കി തായോ, എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടിട്ട് പോകണം. കറക്റ്റ് ടൈമിന് ഹീറോ എത്തും. എന്തിനാടി നീ അവളെ ഉപദ്രവിക്കുന്നത്? നിനക്ക് എന്താടി പ്രാന്തായോ? അതെടാ എനിക്ക് പ്രാന്താ, നിന്റെ മേലുള്ള പ്രാന്ത്. ഞാൻ നിന്നെ അത്രമാത്രം ലവ് ചെയ്യുന്നുണ്ട്. ലവ്? നീ എന്നോട് കാണിക്കാൻ സിൻസിയർ ലവാ? ഛേ, അതിനൊക്കെ ലവ് എന്നൊന്നും പറയാതെ നീ കേവലം ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് കോച്ചിൻ്റെ കൂടെ എവിടെയെല്ലാം കറങ്ങാൻ പോയിട്ടുണ്ട്. എല്ലാ സത്യം എനിക്കറിയാം. ഇതോടെ ആകെ അപമാനപ്പെട്ട അവൾ തല കുമ്പിട്ട് നിൽക്കും. ഇപ്പോൾ ജിന്നിന്റെ മേലെ ഇരട്ടി ദേഷ്യവും അവളെ കൊല്ലാൻ കത്തിയെടുത്ത് വരുമ്പോൾ ഹീറോ തടുക്കും. അതേസമയം അവന്റെ കയ്യിൽ കടിച്ച് വീണ്ടും ജിന്നിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോൾ കണ്ണട വെച്ച പെണ്ണ് ബോൾ എടുത്ത് സൈക്കോന്റെ തലയിലേക്ക് എറിയും. ഇതോടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി താഴെ വീഴും. ഇന്നേരം എല്ലാവരും അവളെ പിടിച്ചു വെക്കും. എന്നെ വിട്ടേക്ക്, ഞാൻ ഇനി നിങ്ങളുടെ വഴിയിൽ വരില്ല, പ്ലീസ് എന്നെ വെറുതെ വിട്. ഇതോടെ എല്ലാവരും പാവം തോന്നി അവളെ വിടും. എന്നാൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ കത്തി പിടിച്ച് ഹീറോനെ കൊല്ലാൻ വരും. ഈ സമയം എല്ലാവരും പിടിച്ചവളെ കമ്പിയിലേക്ക് തള്ളിയിടുമ്പോൾ
കമ്പിയിൽ തലയിടിച്ച് അവൾ മരിക്കും. ഇപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. അതേസമയം ജിൻ അവൾ നല്ല പോലെ ചിന്തിച്ച് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമ്മുടെ ഭാവി ഇല്ലാതാകും, എത്രയും വേഗം ഈ ബോഡി ഡിസ്പോസ് ചെയ്യണം, അതിനൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ ജിന്നിന്റെ ഐഡിയ പ്രകാരം ഹീറോയിന്റെ ഒരു ഫ്രണ്ട് സൈക്കോയുടെ ജേഴ്സി അണിഞ്ഞ് അവളുടെ മുടി പോലെ വിക്ക് വെച്ച് കയറും പിടിച്ച് മുകളിലേക്ക് നടന്നു പോകും, ക്യാമറയിൽ കാണുന്ന പോലെ. അത് നമ്മൾ നോട്ടീസ് ചെയ്യണം. ഇവിടെ ഇവരെല്ലാവരും ചേർന്ന് അവൾ അവിടെ ഒരു കമ്പിയിൽ കെട്ടിത്തൂക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ നടന്നു നീങ്ങി. ഞങ്ങൾ അവളെ മനഃപൂർവ്വം കൊന്നതല്ലേടീന്ന് റീന ഹാങ്ങിനോട് പറയും. ഇത് കേട്ട് ഹാങ് ഭയങ്കരമായിട്ട് കരയും. നിങ്ങളവളെ കൊന്നല്ലേ, ആ ദേഷ്യത്തിൽ അവൾ നിങ്ങളെ കൊല്ലാൻ നോക്കുന്നേ. എടി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ല, പക്ഷേ മനഃപൂർവ്വം നിങ്ങളവളെ കെട്ടിത്തൂക്കിയിട്ടില്ലേ, അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തില്ലേ, ഇതെല്ലാം വേണമെന്ന് വെച്ചാൽ ചെയ്തല്ലേ, ഇതെല്ലാം തെറ്റല്ലേ. എടി ഒരു നിമിഷം, നിനക്കെങ്ങനെ ഈ പ്രേതത്തിനെ വിളിക്കാനുള്ള ചടങ്ങ് അറിയുന്നത്? ഇവിടെയാണ് അടുത്ത ടെസ്റ്റ് പൊട്ടിക്കാൻ പോകുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ആ ദുർമന്ത്രവാദിനിയുടെ അടുത്ത് ഒരാളിരിക്കുന്നില്ലേ, അത് മറ്റാരല്ല, ഹാങ് ആണ്. ഹാങ് റീനയുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലും. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുക സൈക്കോ. അന്ന് അവർ സൈക്കോയെ എങ്ങനെയാണോ കെട്ടിത്തൂക്കിയിട്ടത് അതുപോലെ റീനയും കെട്ടിത്തൂക്കിയിടും. ഇതേ നേരം അവിടേക്ക് ജിന്നെത്തി. എന്തിനടി ഹാങ് നീ എല്ലാവരെയും കൊല്ലുന്നത്? എന്തിനാ നീ ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്ത്? എന്തിനാണെന്നോ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചല്ലോ. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹാങ്ങും ഹീറോയിനും ഓരോ സ്കൂളിലല്ലേ പഠിച്ചിരുന്നത്. അവിടെ ഹാങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്തിരുന്ന ഒരു പെണ്ണിനെ ഹീറോയിൻ തള്ളി താഴെ ഇട്ട് കൊന്നില്ലേ, അത് എന്തിനാണെന്ന് കേൾക്കും. എടി അവൾ നിന്നെ എന്തുപോലെ ടോർച്ചർ ചെയ്തിരുന്നത്, അതുകൂടാതെ അവൾ നിന്നെ അടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവളെ എതിർത്ത് നിന്നത്. പക്ഷെ ഞാൻ അവളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല, അതറിയാതെ സംഭവിച്ചതാ. ഇതിനെല്ലാം നീ എന്നോട് താങ്ക്സ് അല്ലേ പറയേണ്ടത്, അവളിൽ നിന്ന് നിന്നെ രക്ഷിച്ചതിനെ. ഇല്ല, എൻ്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവൾ പോയതിനു ശേഷം എന്നെ അടിക്കാനോ എന്നെ ദേഷ്യപ്പെടാനോ ഒരു വാക്ക് പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. സത്യത്തിൽ ആ അടിയിലും ഉപദ്രവത്തിലും അവൾ സ്വയം ഒരു സുഖം കണ്ടിരുന്നു. അങ്ങനെയാണ് അവൾ ഈ സ്കൂളിൽ വന്നത്. ഇവിടെ സൈക്കോ അവളെ വേണ്ട പോലെ ടോർച്ചർ ചെയ്യുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും അവളുടെ ഷൂ ക്ലീൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇവൾ നല്ല പോലെ ആസ്വദിച്ചു. സത്യം പറഞ്ഞാൽ ഹാങ് ആ സൈക്കോയെ ലവ് ചെയ്തിരുന്നു. ഇവളോട് സൈക്കോ ചെയ്യുന്ന ഓരോ കാര്യവും എൻജോയ് ചെയ്ത് അതിന് അവൾ അഡിക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നം വന്നു. ഹീറോയും ഹീറോയിൻ്റെ ഫ്രണ്ട്സും കാരണം ഇവളുടെ സൈക്കോ മരിക്കാനും ഇടയായി. അതുകൊണ്ട് ഹാങ് കാട്ടിലുള്ള ദുർമന്ത്രവാദിനിയുടെ അടുത്ത് പോയി എല്ലാ മന്ത്രങ്ങളും ആചാരങ്ങളും പഠിച്ച് സൈക്കോയുടെ മരണത്തിന് കാരണമായ ഓരോരുത്തരെയും കൊല്ലണമെന്ന് വിചാരിച്ച് മന്ത്രങ്ങൾ അന്ന് ഗ്രൗണ്ടിലിരുന്ന് ചെയ്തത്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ അവളെ കത്തിയെടുത്ത് കുത്താൻ വരുമ്പോൾ ഹാങ് അവളുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ഹീറോയിനെ കുത്തും. ഒപ്പം സൈക്കോയുടെ പ്രേതം ഹീറോയിൻ്റെ കയ്യിൽ പിടിക്കും. ഉടനെ ഹീറോയിൻ ആ കത്തി മറ്റൊരു കയ്യിലേക്ക് പിടിച്ച് ഹാങ്ങിൻ്റെ കഴുത്ത് കീറും. ഇപ്പോൾ താഴെ വീണ ഹാങ് രക്തം വന്ന് ഒഴുകി വേദനപ്പെടയും. അതേസമയം ഹീറോയിൻ അവളുടെ കയ്യിലുള്ള പരിശുദ്ധമായ കത്തി ഉപയോഗിച്ച് ദുരാത്മാവിനെ കുത്തും. ഇതോടെ അത് അവിടുന്ന് മറഞ്ഞു പോകും. ശേഷം പതിയെ നിറങ്ങി ഹാങ്ങിന്റെ അടുത്ത് വന്ന് പറയും, നീ മന്ത്രവാദത്തിന് ഉപയോഗിച്ച വസ്തുക്കളൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അത് നശിപ്പിച്ചാലേ ആ ശാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ ജിന്നെ ഹാങ്ങിനെ കുത്താൻ വരുമ്പോഴേക്കും ഹാങ് ഹീറോയിനെ കുത്തിയില്ലേ, ആ കത്തി അവൾക്ക് കൊടുത്തത് ദുർമന്ത്രവാദിനിയാ. ആ കത്തിയുടെ ഒരറ്റത്ത് പഴുതാരയുണ്ട്. ഇപ്പോൾ ആ പഴുതാര നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിൽ കത്തി കുത്തിയ ഭാഗത്തെ ഓട്ട വഴി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുക. അവൾക്കൊന്നും മനസ്സിലാകില്ല. അവളെ കിടന്ന് എന്നെ രക്ഷിക്കേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ ഹാങ് യാതൊരു ഭയം കൂടാതെ, നീ പേടിക്കാതെ, കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ ആത്മാവ് നിന്റെ ശരീരത്തിൽ പ്രവേശിക്കും, അവൾ നിന്നിലൂടെ പുനർജനിക്കും. ഇതും പറഞ്ഞു നിൽക്കുമ്പോൾ ആ പഴുതാരം മുഴുവനായിട്ടും അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇത് കണ്ട് ഹാങ്ങും പ്രേതം ഭയങ്കരമായിട്ട് ചിരിക്കും. അവിടെ സീൻ കട്ട് ഹീറോ തനിയെ ക്യാൻറ്റീനിലിരിക്കുക. അവിടേക്ക് ഹാങ് വരും. ഹാങ് മരിച്ചിട്ടില്ല, അവളുടെ കഴുത്തിൽ ഡ്രസ്സിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അവൾ വന്നത് കണ്ടതും സൈക്കോ ചെയ്യുന്നത് പോലെ ഹീറോയിൻ കാലുമ്മൻ കാല് കയറ്റി വെച്ച് ഒരു ഇരിപ്പുണ്ട്. ഉടനെ ഹാങ് അവളുടെ ഷൂ തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. അതായത് സൈക്കോയുടെ ആത്മാവ് നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്ത് കയറി കഴിഞ്ഞു. ഇനി കളി വേറെ ലെവലായിരിക്കും. എന്തായാലും ഹാങ് ഭയങ്കര സന്തോഷത്തിലാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബൈ.